പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 6-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് കരമുയർത്തി 3 പ്രാവശ്യം സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ആമേൻ. 112-ാം സങ്കീർത്തനങ്ങൾ ആരംഭഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നത്: യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ യഹോവയെ സ്തുതിക്കുകയും കർത്താവിനെ ഇഷ്ടപ്പെടുകയും അവനെ ബഹുമാനത്തോടെ കർത്താവിനെ ഭയപ്പെടുകയും കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ കേൾക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അസാധാരണമായ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുക, അതുപ്രകാരം ജീവിക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിനകത്ത് ഒത്തിരി മാറ്റങ്ങളെ കർത്താവ് തരാൻ തുടങ്ങും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചാലോ? എല്ലാവരുടെയും കണ്ണുകൾ അടച്ചിട്ട് ഏക ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആരും മൗനമായിരിക്കരുത് കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ മിണ്ടാതിരിക്കരുത്, എല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയ അപ്പ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച അങ്ങയുടെ കൃപകൾക്ക് സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കർത്താവേ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കും സ്തോത്രം. ആമേൻ. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നപ്പാ. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുക. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന സകല നന്മകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. ഈ പകൽക്കാലം ജയകരമായി മുന്നേറുവാൻ, സന്തോഷത്തോടെ മുന്നേറുവാൻ, സമാധാനത്തോടെ മുന്നേറുവാൻ കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ തന്നെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് അങ്ങ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് ഒരിക്കലൂടെ നന്ദി. അപ്പോൾ പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഇരിക്കുന്നു, ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. അങ്ങയുടെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നതിന് സ്തോത്രം, വിടുതൽ അയച്ചിരിക്കുന്നതിന് സ്തോത്രം, അത്ഭുതകരമായ സ്വസ്ഥത കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവൻ ശരീരം വേഗത്തിൽ ക്ഷീണിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ശരീരം ക്ഷീണിച്ച് അവരെ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, ഇന്ന് പൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ അസ്വസ്ഥത, ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ശരീരത്തിൻ്റെ ഭാരം പെട്ടെന്ന് കുറയുന്നു, ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കുറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹീമോഗ്ലോബിൻ ലെവൽ ഡൗൺ ആകുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ, പൂർണ്ണാരോഗ്യത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്നും ഞങ്ങൾക്കറിയാം. അങ്ങ് സകല രോഗത്തിനും നല്ല വൈദ്യനാണെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ കർത്താവെ, ഇന്ന് പ്രഭാതത്തിൽ ജോലി ഭാരത്താലോ കർത്താവെ ബിസിനസ്സിലെ ബുദ്ധിമുട്ടിനാലോ ഒക്കെ കഴിയുന്നവരുണ്ടെങ്കിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങ് വിടുവിപ്പാൻ ശക്തനാണ്. പൂർണ്ണ വിടുതൽ, ആരോഗ്യം, സ്വസ്ഥത, അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളിലെ വിടുതൽ ഒക്കെ കർത്താവ് ഇന്ന് പകൽക്കാലം അരുളുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ ഇന്ന് നടക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ലോകമെമ്പാടും ഇന്ന് ആരാധന നടക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ നിറയുവാൻ, ദൈവശക്തി ഈ ഭൂമി കാണുവാൻ, ആദിമസഭ വെളിപ്പെട്ടതുപോലെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ നടക്കുവാൻ, അഭിഷക്തന്മാർ അസാധാരണമായി ഉപയോഗിക്കപ്പെടുവാൻ, അഭിഷക്തന്മാരുടെ കൈകൾ അത്ഭുതം ചെയ്യുന്ന കൈകളായി ഇന്ന് പകൽക്കാലം മാറട്ടെ. പിന്മാറ്റക്കാർ മുന്നേറ്റത്തിലേക്ക് വരട്ടെ. പാപികൾ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ലോകവ്യാപകമായി ഇറങ്ങുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുക. അങ്ങേക്കൊന്നും അസാധ്യമല്ലല്ലോ കർത്താവെ. അങ്ങയുടെ കരത്തിന് കഴിയാത്ത കാര്യമില്ലല്ലോ കർത്താവെ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. അങ്ങ് ഇന്നത്തെ ആരാധനയെ അനുഗ്രഹിച്ചിരിക്കുന്ന
ചെയ്യുന്നതിനായിട്ടും സ്തോത്രം. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ കേട്ടോ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്ന് പകൽക്കാലം സഭായോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ഇന്ന് സഭായോഗമുള്ള ദിവസമാണെങ്കിൽ നിശ്ചയമായിട്ടും ഭയഭക്തിയോടുകൂടെ സഭായോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൻ ഓൺലൈൻ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കിടന്നുകൊണ്ട് സഭായോഗം പങ്കെടുക്കരുത്. ഓൺലൈൻ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് വസ്ത്രം നല്ലത് ധരിക്കാതിരിക്കരുത്. ഇന്നലെ ഇട്ട വസ്ത്രവും ഇട്ടുകൊണ്ട് ലൈവിൽ കയറിയിരിക്കരുത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഭയത്തോടും ഭക്തിയോടും കൂടെ വേണം കർത്താവിനെ സേവിപ്പാൻ കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവിക അനുഗ്രഹം സഭായോഗത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാൻ കർത്താവിടെ വരുത്തും. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നും വളരെ ലളിതമായ ചില ആലോചനകളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് പങ്കുവെച്ച് തരുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 6-7 വാക്യങ്ങൾ ആദ്യം വായിക്കാം. അവിടെ പറയുന്നത്, 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. ഇവിടെ നമ്മുടെ ജീവിതത്തിലെ വിചാരങ്ങളും ആകുലതകളെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി യേശു നമുക്ക് തരുന്ന ചില ഉദാഹരണങ്ങളാണ്. ഇത് യേശുവിൻ്റെ തിരുവാമൊഴി മൊഴിഞ്ഞ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ യേശു പറയുക, അന്നത്തെ കാലത്ത് അവിടെ വളരെ ധാരാളമുള്ള ഒരു പക്ഷിയാണ് ഈ കുരികിലെന്ന് പറയുന്നത്. അപ്പോൾ ഈ കുരികിൽ വളരെ വില കുറഞ്ഞ പക്ഷിയാണ്. അപ്പോൾ 5 കാശിന് 2 കാശിന് 5 കുരികിൽ. അപ്പോൾ ഒരു കുരികിലിന് ഒരു കാശ് പോലും വിലയാകുന്നില്ല. അപ്പോൾ 5 കാശിന് 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. അപ്പം ഈ വില കുറഞ്ഞ കുരികിലിനെ പോലും കർത്താവ് മറന്നു പോകുന്നില്ല. അതാണ് ഇവിടെ യേശു നമ്മളെ പഠിപ്പിക്കുക, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. ആ കുരികിലിനെ പോലും കർത്താവ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, കർത്താവ് നീ എന്നെ മറന്നോ കർത്താവ്. അതൊക്കെ ഒരു ചെറിയ ഡയലോഗ് പോലൊക്കെ നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നമ്മളങ്ങ് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ കർത്താവ് എന്നെ മറന്നതായിരിക്കും. നോ, ഇവിടെ കുരികിലിനെ മറക്കുന്നില്ലെങ്കിൽ എന്നെയോ നിങ്ങളെയോ മറക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം വേണ്ടിയിരിക്കുന്നു. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ, നമ്മുടെ ഭർത്താവ് ആയിക്കോട്ടെ, അവർക്ക് ആർക്കെങ്കിലും നമ്മുടെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയാൻ പറ്റുമോ? അതോ ഓരോ ദിവസവും രാവിലെ നമ്മൾ മുടി ചീകി കഴിയുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് എത്ര മുടി പൊഴിഞ്ഞു പോയെന്ന് നമ്മുടെ ഭർത്താവിനും നമ്മുടെ ഭാര്യയ്ക്കും അറിയാൻ കഴിയുന്നുണ്ടോ? ഏറ്റവും സ്നേഹിക്കുന്നവരാ. അവർക്ക് പോലും അറിയാത്തത്, അവർ പോലും ചെയ്യാത്തത്, അവർ പോലും കൺസേൺ അല്ലാത്ത കാര്യങ്ങളിൽ പോലും നമ്മുടെ യേശു നമ്മളെക്കുറിച്ച് കൺസേൺ ആണ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവവൈതലേ, നിങ്ങൾ എന്തിനാ ഇത്ര ആകുലപ്പെടുന്നത്? എന്തിനാ ഇത്ര ഭാരപ്പെടുന്നത്? നിങ്ങളുടെ തലയിലെ ഓരോ മുടിനാരും എണ്ണിയിരിക്കുന്നു എന്നാണ് ആമേൻ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നുപോലും കർത്താവ് അറിയാതെ താഴെ വീഴുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അത്രമാത്രം നമ്മളെക്കുറിച്ച് നമ്മുടെ പിതാവ് കൺസേൺ ആണ്, സ്നേഹിക്കുന്നു, അത്രമാത്രം നമ്മളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു, അത്രമാത്രം നമ്മളെ കരുതുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അവൻ മനുഷ്യൻ കരുതുന്നത് പോലല്ല കേട്ടോ സ്വർഗീയ പിതാവ് കരുതുന്നത്. അവൻ ഇന്നലകളിൽ മാത്രം അറിയുന്ന ദൈവമല്ല, അവൻ ഇന്നും ഇന്നലെയും നാളുകളും അറിയുന്ന ദൈവമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അതനുസരിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് മുടി പോലും എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട എന്നിട്ട് പറയാം. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് വിഷമമായിക്കോട്ടെ, ഏത് വേദന ആയിക്കോട്ടെ, ദൈവ പൈതലാണോ, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും പറയട്ടെ, ഭയപ്പെടേണ്ട ആവശ്യമില്ല. വീണ്ടും പറയട്ടെ, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ, യേശുവിൻ്റെ വാക്കാണ്. അന്ന് യേശു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഇന്നും ആര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു അവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അന്നൊരൊറ്റ വാക്ക് പറഞ്ഞു, ആകാശത്തിലേക്ക് നോക്കിയിട്ട് പക്ഷികൾ ഉണ്ടാകട്ടെ, സമുദ്രത്തിൽ മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. ആ ഉണ്ടായ മത്സ്യം ചത്തുപോയിട്ടും പിന്നെയും ആ മത്സ്യങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക, പക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അന്ന് യേശു ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞെങ്കിൽ ഇന്നും ആര് വിശ്വസിക്കുന്നു അവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവൻ നമ്മളെ കരുതുന്ന ദൈവമാണ്. ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? കാരണം എന്നാണെന്നറിയാമോ? കുരികിലിന് 2 കാശിന് 5 കുരികിലാ കിട്ടുന്നത്. നമുക്ക് വേണ്ടി കൊടുത്തതോ അവൻ്റെ അവസാന തുള്ളി രക്തം വരെയുമാണ്. ആമേൻ. സഹോദരാ
സഹോദരി, മാതാവേ, പിതാവേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു കൊടുത്തത് അവസാനത്തുള്ള രക്തമാണ്. അതിനു മുമ്പ് ഇവിടെ പറഞ്ഞു കേട്ടില്ലേ, 2 കാശിന് 5 കുരികിലിനെ കിട്ടുന്നു. ആ കുരികിലിനെ പോലും മറക്കുന്നില്ല. ആ കുരികിലിനേക്കാൾ നമ്മൾ ശ്രേഷ്ഠതയുള്ളവരല്ലോ എന്ന് പറയും. എന്തോ നമ്മുടെ ശ്രേഷ്ഠത? നമുക്ക് വേണ്ടി കൊടുത്തത് വെള്ളിയോ പൊന്നോ അവൻ എന്തെങ്കിലും അല്ല പ്രിയപ്പെട്ടവരെ. എനിക്കും നിങ്ങൾക്കും വേണ്ടി കൊടുത്തത് അവൻ തൻ്റെ ചങ്കിലെ ചോര കൊടുത്താൽ നമ്മളെ വിലയ്ക്ക് മേടിച്ചത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് പറയുക, അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അയ്യോ എങ്ങനായിത്തീരും എന്നോർത്ത് നിലവിളിക്കേണ്ട ആവശ്യമില്ല. അവൻ നമുക്കായി കരുതുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകളും ഇട്ടുകൊടുത്ത് നിൽക്കുക. നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച്, നിങ്ങളുടെ കൊച്ചിനെക്കുറിച്ച്, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച്, നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച്, നിങ്ങളുടെ നാളുകളെക്കുറിച്ച് ഓൾറെഡി സ്വർഗത്തിൽ പ്ലാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ പ്ലാൻ നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, സ്തോത്രം പറഞ്ഞാൽ മതി. അനാവശ്യമായി ഭാരപ്പെടുകയോ ആകുലപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതി നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണക്കാരല്ല. നമ്മൾ സാധാരണക്കാരെ കരയുന്നത് പോലെ, ആമേൻ, സാധാരണ മനുഷ്യരിൽ നിന്ന് വിഷമിക്കുന്ന പോലെ വിഷമിക്കാനുള്ളവരല്ല. അതുകൊണ്ടാണ് ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈ ഭാഗം തന്നെ നോട്ട് ചെയ്യുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പരിധി, എന്ത് തിന്നും, എന്തുടുക്കും, എവിടെ പാർക്കും എന്നൊന്നും നിങ്ങൾ വിചാരപ്പെടേണ്ട. അതൊക്കെ ജാതികൾ അന്വേഷിക്കുന്നു. കാരണം ജാതികളെന്ന് പറഞ്ഞാൽ ക്രിസ്തുവില്ലാത്തവർ. ക്രിസ്തു ഉള്ളവർ എന്തിനാ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്? കാരണം അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാകിയാൽ. സ്തോത്രം. ലൂക്കോസിന്റെ ഈ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഒന്ന് നോക്കുകയെ, കാക്കയെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. ആമേൻ, ആമേൻ. ഇങ്ങോട്ട് നോക്കി, നമ്മളെല്ലാം ഈ കേൾക്കുന്നവർക്കൊക്കെ ഇന്ത്യക്കാരാണല്ലോ, നമുക്കൊക്കെ അറിയാമല്ലോ. ആമേൻ, കാക്ക നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കാണുന്ന ഒരു പക്ഷിയാണ്. ഈ കാക്ക എവിടെങ്കിലും ഇരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ടോ? കാക്ക എവിടെങ്കിലും ഇരുന്ന് യോ എന്തായി തീരുമെന്ന് പറഞ്ഞ് ആലോചിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പോട്ടെ, മറ്റേതെങ്കിലും പറവകൾ ആലോചിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പണ്ടിങ്ങനെ ഒരു കഥയുണ്ട്. അതായത് 2 പക്ഷികൾ, ആമേൻ, ഒരു മരക്കൊമ്പിൽ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുക. അപ്പോഴാണ് ഇവർ താഴെ മനുഷ്യന്മാരിങ്ങനെ ആകുലപ്പെട്ട് ചിന്തിച്ച് എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അവർ പല കാര്യങ്ങളിൽ വ്യാപൃതർ. അവർക്കൊരു സമാധാനം. ഈ കിളികൾ നോക്കുമ്പോൾ ഈ മനുഷ്യർക്ക്, താഴെ കൂടെ പോകുന്ന മനുഷ്യർക്കൊരു സമാധാനമില്ല. ഇന്നൊരു പ്രശ്നം, നാളെ വേറൊരു പ്രശ്നം. രാവിലെ ഒരു പ്രശ്നം തീർത്ത് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് അടുത്ത പ്രശ്നം. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കിളി പറഞ്ഞു, എടാ, എന്തുവാടാ ഈ മനുഷ്യർക്ക് ഒരു സമാധാനമില്ലാതെ? നമ്മളെപ്പോലെ ഇവർ സ്വസ്ഥമായിട്ടിരിക്കുന്നില്ലല്ലോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണല്ലോ, ഒരു സ്വസ്ഥതയുമില്ലാതെ. അപ്പം മറ്റേ കിളി പറഞ്ഞു, നമുക്കുള്ള സ്വർഗീയ പിതാവ് ഇവർക്കില്ലെന്ന് തോന്നുന്നു, അതാ ഇവർക്ക് പറ്റിയത്. കാരണം നമുക്ക് സ്വർഗീയ പിതാവ് ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ പോഷിപ്പിക്കപ്പെടുന്നത്, നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു സ്വർഗീയ പിതാവ് ഇല്ലെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് പകൽക്കാലം യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച ദൈവത്തിൻ്റെ പൈതലെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. സർവശക്തനായ ദൈവം നമ്മുടെ സ്വർഗീയ പിതാവായി തീർന്നു. ആ പിതാവ് നമുക്ക് വേണ്ടി ഉള്ളിടത്തോളം കാലം അനാവശ്യമായ വോറീസ്, അനാവശ്യമായ ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലെന്ന് ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. എന്നിട്ട് പറയാം, കാക്കയെ നോക്കുവീൻ, അത് വിതയ്ക്കുന്നില്ല. ഏത് കാക്കയാ വിതച്ചത് തിന്നുന്നത്? അത് കൊയ്യുന്നില്ല. കൊയ്തെടുത്തത് വല്ലതും തിന്നുന്നുണ്ടോ? ഇല്ല. അതിന് പാണ്ഡികശാലയുണ്ടോ? അതിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? അതിന് വീട്ടിൽ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടോ? മ്യൂച്വൽ ഫണ്ട് ഉണ്ടോ? LIC ഉണ്ടോ? ഇതൊന്നുമില്ല. പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല. എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. ഹല്ലേലൂയ. എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. കാക്കകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും ദൈവം അവയെ പുലർത്തുന്നു. പറവജാതികളെക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ കാക്കയ്ക്ക് തീൻ കൊടുക്കുന്ന ദൈവം, കുരുകിലിന് ആഹാരം കൊടുക്കുന്ന ദൈവം, അവയേക്കാൾ നമ്മൾ ശ്രേഷ്ഠമാണെന്ന് യേശു വീണ്ടും പഠിപ്പിക്കുമ്പോൾ അവർക്ക് ടെൻഷനില്ലേ? പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കണോ? അനാവശ്യമായ ഭാരം എടുക്കണോ? അയ്യോ, കൊച്ചു ജനിച്ചതേ ഉള്ളൂ, ഇതിൻ്റെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് ചിന്തിക്കണോ? അയ്യോ, കൊച്ചു 10ാം ക്ലാസ് ആയതേ ഉള്ളൂ, എങ്ങനെ MBBS വിടണമെന്ന് ചിന്തിക്കണോ? അയ്യോ എന്നൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാക്കകളെ നോക്കി പഠിക്കുക, കുരുവികളെ നോക്കി പഠിക്കുക. അവയ്ക്ക് സ്വർഗീയ പിതാവ് പുലർത്തുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, നമ്മളെയും പുലർത്തുവാൻ നമുക്കൊരു സ്വർഗീയാപ്പനുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ കൈ ഉയർത്തി സ്തോത്രം പറ. ഇന്ന് നിങ്ങളുടെ ഭാരം അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് പറ, നോ, ഇനി ഞാൻ ഭാരപ്പെടുന്ന പരിപാടിയില്ല. എന്തിനാ ഭാരപ്പെടുന്ന? കർത്താവ് പറഞ്ഞില്ലല്ലോ ഭാരപ്പെടാൻ. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും, യേശുവേ, നിനക്കിതൊക്കെ പറയാൻ എളുപ്പമാണ്, ഭാരപ്പെടണ്ട എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ എനിക്കല്ല എൻ്റെ വിഷയം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ ആ മരണം പോലും താൻ നേരിട്ട് അതിനെ ജയിച്ച് പുറത്തു വന്നവനാണ് നമ്മളോട് പറയുന്നത് ഭാരപ്പെടേണ്ട. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ഭാരപ്പെടേണ്ട, കാക്കയെക്കാളും കുരുവിയെക്കാളും ഒക്കെ നിങ്ങൾ ശ്രേഷ്ഠരാണെന്ന് പറഞ്ഞ് യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് അവൻ പറഞ്ഞ വാക്കിന് മാറ്റം വരുന്നില്ല.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, ഇനിയും ഒരു കാര്യം തീരുമാനിക്കുക. ആ പക്ഷികളൊക്കെ ജീവിക്കുന്ന കണ്ടോ, ഒരു പേടിയുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, ഒരു നിരാശയുമില്ലാതെ. ആമേൻ. എന്നിട്ട് യേശു പറയും, നിങ്ങൾ അതിനേക്കാൾ ശ്രേഷ്ഠരല്ലേ. സോ എത്ര അനുഗ്രഹപ്രദമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഈ ലോകത്തിലെ കാര്യങ്ങൾ ചിന്തിച്ച് ആമേൻ വേണ്ടാത്തതെല്ലാം ഭാരപ്പെട്ട് വെറുതെ നമ്മുടെ മനസ്സിനെ കലക്കി കളയാതെ, കർത്താവ് പറഞ്ഞതനുസരിച്ച് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാത്തിനും പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞ് ആമേൻ കർത്താവ് തക്ക സമയത്ത് മറുപടി അയക്കുമെന്ന് വിശ്വാസത്തോടെ കാത്തിരുന്നാൽ ദൈവപ്രസാദം പ്രാപിച്ച് ജീവിക്കുവാൻ കഴിയും. അതിനായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ട ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ്, വി ആർ ഷൈനിങ് by the power of Holy Spirit. God bless you. God bless you. God bless you. നിങ്ങൾ ഭാരപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. മറിച്ച് നിങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ഇത് കർത്താവിനാൽ കഴിയുമെന്ന് പറയുമ്പോൾ അവൻ നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങും. കേട്ടോ? ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.